ഒരുപോലെ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും ഒക്കെയുള്ള ഒരു ചടങ്ങാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ലോകം മുഴുവൻ വാഴ്ത്തുന്ന മനുഷ്യകുലത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദനയാണ് ഈ വലിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു നിഗൂഢമായ മരുഭൂമിക്ക് നടുവിൽ കൊണ്ട് കിടത്തിയിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്നാണ്. മറുപടിയൊന്നും ഉണ്ടാവില്ല. ഈ തനിച്ച പ്രദേശത്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ നടന്നു പോകുന്ന ഭർത്താവ്, ഈ കുഞ്ഞിൻ്റെ പിതാവ്, ഒരു മറുപടിയും പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് തലകുലുക്കി. എങ്കിൽ ധൈര്യമായി പോകാൻ പറഞ്ഞ ഒരു ഉമ്മയുടെ ഓർമ്മകൾ കൂടിയാണ് ഹജ്ജിൻ്റെ വേളയിൽ ഉംറയ്ക്ക് പോയിട്ടുള്ളവരോ അല്ലാത്തവരോ ഒക്കെ ഇന്ന് വളരെ സന്തോഷത്തോടെ സഫയ്ക്കും മറുവയ്ക്കും ഇടയിൽ ശീതീകരിച്ച മുറിയിലൂടെ ഓടുമ്പോൾ ഒരു ഭയവും നമുക്ക് തോന്നില്ല. പക്ഷേ അതനുഭവിച്ച ഒരു ഉമ്മയുടെ ഓർമ്മകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മ ഒരു മധുര പെരുന്നാൾ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഉമ്മയും ഉപ്പയും രണ്ടക്ഷരങ്ങളാണ്. വാപ്പ രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷേ രണ്ട് ലോകത്തേക്കും ഉള്ള നമ്മുടെ മേൽവിലാസത്തിൻ്റെ ആദ്യാക്ഷരങ്ങളാണ് വാപ്പയുടെ പേര്. ആ പേരിലാണ് നമ്മളെ അറിയപ്പെടുന്നത്. ഇന്നടുത്ത് ഇന്നാരുടെ മകൻ, ആ മകൻ്റെ പേരിലാണ് നമ്മളെ അറിയപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിക്കാരനായ ഒരു കോടീശ്വരനായ മനുഷ്യന് രണ്ട് മക്കൾ മുഴുവൻ സ്വത്തും ബാങ്ക് രേഖകളും ബാങ്ക് ബാലൻസും ഉൾപ്പെടെ പിടിച്ചെടുത്ത് അവസാനം ഗാന്ധി ഭവനിലെ അഗതി മന്ദിരത്തിലേക്ക് 2-3 കോടി രൂപ സമ്പാദ്യമുള്ള ഒരു അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം ഓർത്തുപോയി. വാപ്പയുമ്മയില്ലെങ്കിൽ നമ്മൾ അപൂർവം. ഉമ്മ വാപ്പയെപ്പോലെ തന്നെ രണ്ടക്ഷരമാണ്. അത് രണ്ട് ലോകത്തേക്കുമുള്ള ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ടക്ഷരമാണ്. ഊം മായും ചേരുന്ന ഉമ്മ എന്ന വാക്ക്. ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ കിട്ടിയിട്ടും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത ശൂന്യതയാണെന്ന് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വേദിയിലിരിക്കുന്ന അനസിനും ഷഫീഖിനും ഇബ്രാഹിം കുട്ടി വക്കീലിനും ഞാൻ ഉസ്താദിനോട് ചോദിക്കായിരുന്നു, ഉസ്താദിന് ഉപ്പയും ഉമ്മയും. ഉസ്താദ് പറഞ്ഞു 2 പേരുണ്ട് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അതിനോട് മാത്രമേ അസൂയ തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളവരെ കാണുമ്പോൾ ഇപ്പോഴും സങ്കടം വരാറുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് സന്തോഷത്തോടൊപ്പം വലിയ സങ്കടത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഉമ്മമാരെ ആദരിക്കണം എന്ന് വിചാരിച്ചത് നമ്മൾ അനുഭവിച്ച സ്നേഹത്തിന്റെ ആദ്യ പാഠം. സുജൂദ് ചെയ്യുന്ന സ്ഥലം ഏറ്റവും പ്രധാനമാണെന്ന് പറയാറുണ്ട്. അത് പള്ളിക്കകമൊക്കെ ആണെങ്കിലും ഒരു കുഞ്ഞ് ആദ്യമായി സുജൂദ് ചെയ്യുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ്. ആ വേദന, ആ പ്രയാസം, ആ സങ്കടങ്ങൾ, അതുകൊണ്ടാണ് ഉമ്മയെ വേദനിപ്പിച്ചവരാരും സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. എൻ്റെ ഉമ്മ എന്നെ നോക്കി സന്തോഷത്തോടെയാണ് കണ്ണടച്ചത്. ജീവിതത്തിലെ ഒരു മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഈ ഇരിക്കുന്ന ഉമ്മമാരിൽ തന്നെ ഇപ്പോഴും ഉമ്മമാര് ജീവിച്ചിരിക്കുന്നവരുണ്ടാവുമെങ്കിൽ അവരോട് പറയാണ്, അവരെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ, അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനൊരു മറുവശം കൂടിയുണ്ട്. അത്രമേൽ അള്ളാഹു മഹത്വപ്പെടുത്തിയ, അത്രമേൽ വലിയ സ്ഥാനം കൽപ്പിച്ച ആ ഉമ്മയായിരിക്കണം. കുടുംബത്തിൽ വഴക്കുണ്ടാക്കി, തമ്മിലകറ്റി, തമ്മിലടിപ്പിച്ച് തർക്കങ്ങളുണ്ടാക്കി പാടില്ല. ഉമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും ഉമ്മയ്ക്ക് ചേർന്നതല്ല. ഉമ്മ ഒരു പ്രാർത്ഥനയാണ്, ഉമ്മ ഒരു കവചമാണ്. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ആ ഒരു വർഷം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ 1.5 വർഷമായി ഞാൻ അനുഭവിക്കുന്ന അത്രയും ത്യാഗവും പരീക്ഷണവും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ കൈകൾ, ഇങ്ങനെ വിറച്ച കൈകൾ ഉണ്ടായിരുന്നപ്പോൾ ഞാനും അത്രമേലൊന്നും ഓർത്തില്ല ഇതത്ര വലുതാണെന്നൊന്നും. പക്ഷെ അത് സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പെരുന്നാൾ ഉമ്മ ഒപ്പം ഉണ്ടാവുക എന്നതാണ്. ചിലരെങ്കിലുമൊക്കെ അതിനെ പങ്കുവെക്കാൻ ശ്രമിക്കാറുണ്ട്. കുറച്ചു ദിവസം നീ കൊണ്ട് നിർത്തിക്കൂടെ? കിട്ടുന്നവൻ ഭാഗ്യവാനാണ്, ഒപ്പമുണ്ടാകുന്നവനാണ് ഏറ്റവും ഭാഗ്യവാനും ഭാഗ്യവതി. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ മനസ്സിൽ നിറയുണ്ട്. എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഉമ്മ എന്നത് സംസാരിക്കേണ്ടതല്ല, ഉമ്മ എന്നത് അനുഭവമാണ്. നമ്മൾ അനുഭവിക്കുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. ഒരു കാരണവുമില്ലാതെ നമ്മളെ വിളിക്കുന്ന ആളിൻ്റെ പേരാണ് ഉമ്മ. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു കാരണം വേണം, ഒരു കാരണം വേണം. വിവാഹ ബന്ധങ്ങൾക്ക് പോലും വേണം. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ബന്ധമൊഴിഞ്ഞ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ബന്ധമൊഴിഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഉമ്മയ്ക്കൊരു മകനെ, ഒരു മകളെ സ്നേഹിക്കാൻ അങ്ങനെ ഒരു കാരണം വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിലെ മുഴുവൻ 50 വയസ്സ് കഴിഞ്ഞ ഉമ്മമാരെയും അവർക്ക് ഒരു ചെറിയ പെരുന്നാൾ സമ്മാനം, വളരെ ചെറുതാണ്, ഒരു മുസല്ലയും ഒരു നമസ്കരിക്കാനുള്ള കുപ്പായവും. അത് വലിയ ആശ്വാസത്തിൻ്റെ അവസാന വസ്ത്രമാണ്, അവസാന അടയാളമാണ്. ഇസ്ലാം മതത്തിലെ പോലെ വാർദ്ധക്യം ഇത്രയും മനോഹരമാക്കാവുന്ന വേറൊരു മതമില്ല. കാരണം വൃത്തിയായിരിക്കണം, 5 നേരവും നിസ്കരിച്ച് ഖുർആൻ ഓതി സന്തോഷത്തോടെ ചെലവഴിക്കുന്ന ഉമ്മമാരുടെ ആ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ആഗ്രഹം. പ്രാർത്ഥിക്കണം എല്ലാവരും. അസ്സലാമു അലൈക്കും.